ഹലോ ഗായ്സ്, നമുക്ക് ഇന്നൊരു ചിത്രം വരച്ചാലോ? അപ്പോൾ ഞാൻ എന്താ വരക്കണേ, നമുക്ക് ഡ്രോയിങ് ഡിസൈൻസ് വരക്കാം. അപ്പോൾ ഞാൻ ഓരോ കള്ളി സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾ സ്കെയിൽ കൊണ്ട് തന്നെ വരക്കണം. അല്ലെങ്കിൽ ആകെ ഒരു എന്താ പറയുക, വൃത്തിയില്ലാവില്ല കേട്ടോ. നമ്മൾ കള്ളി വരച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഫസ്റ്റ് നമുക്ക് പിങ്ക് കളർ കൊടുക്കാം. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം നിങ്ങൾക്ക് അത് കൊടുക്കാം. ഞാൻ പിങ്കാണ് ഫസ്റ്റ് എടുക്കുന്നത്. അടുത്ത എടുക്കുന്നത് റെഡാണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ല റെഡാണ് സെക്കൻഡ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ല കളറ് സെക്കൻഡ് ഇപ്പോൾ പച്ച, മഞ്ഞ, നീല ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. ഞാൻ റെഡാണ് എടുത്തത് സെക്കൻഡ്. ഫസ്റ്റ് ഞാൻ പിങ്ക് കൊടുത്തത്. അപ്പോൾ ഫസ്റ്റ് റെഡോ ബ്ലൂവോ ഒക്കെ ആക്കാം. മഴവിൻ്റെ പോലെ ആക്കുമ്പോൾ അങ്ങനെ രസം ഉണ്ടാവില്ല. ഞാൻ ഇങ്ങനെയാണ് ആക്കൽ കേട്ടോ. അടുത്ത നമുക്ക് മഞ്ഞാക്കാം. മഞ്ഞയാണ് കൂടുതൽ ഇഷ്ടമുള്ള കളർ കേട്ടോ. പക്ഷെ ഫസ്റ്റ് ആക്കുമ്പോൾ മഞ്ഞ അങ്ങനെ രസം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ മഞ്ഞ തേർഡാക്കി കേട്ടോ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഏതാ ഇഷ്ടം അത് കൊടുക്കാം. അടുത്ത ഞാൻ കൊടുക്കുന്നത് നീലയാണ്. നിങ്ങൾക്കിപ്പോൾ നീലിൻ്റെ പകരം ഓറഞ്ച് കൊടുക്കാം. പക്ഷെ മയിലിൻ്റെ പോലെ ആവരുത് കേട്ടോ. ഓറഞ്ചോ അല്ലെങ്കിൽ പച്ച, മഞ്ഞ, അല്ലെങ്കിൽ ചുവപ്പോ, കട്ടപ്പച്ച, കട്ടനീല, കറുപ്പോ അങ്ങനെ കറുപ്പ് എടുക്കരുത് കേട്ടോ. കറുപ്പ് നമുക്ക് ഡിസൈൻ ചെയ്യാണ്ട്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് ഞാൻ പച്ചയാണ് കൊടുക്കുന്നത് കേട്ടോ. പച്ച നമുക്ക് ലൈറ്റ് നല്ല കട്ടിൽ കൊടുക്കേണ്ടി വരും. ലൈറ്റിൽ പച്ച എടുത്തിട്ട് അടുത്ത ഞാനെടുക്കണ കട്ട ബ്ലൂ ആണ്. ഞാൻ നേരത്തെ കൊടുത്തത് ലൈറ്റ് ബ്ലൂ. നമുക്ക് ബ്ലൂ കൊടുക്കാം. കട്ട ബ്ലൂ കൊടുക്കാം. നേരത്തെ കൊടുത്തത് ലൈറ്റ് ബ്ലൂ ആണെങ്കിൽ നമുക്ക് കട്ട ബ്ലൂ കൊടുക്കാം. നമുക്ക് ഓറഞ്ച് എടുക്കാം. ഓറഞ്ച് കിട്ടില്ല കേട്ടോ. ഓറഞ്ച് എടുക്കാം. ഇങ്ങനെ എടുത്താലും കുഴപ്പമില്ല. നമുക്ക് കട്ട പച്ച ഞാൻ നേരത്തെ കൊടുത്തത് ലൈറ്റ് ഗ്രീൻ ആയിരുന്നു. ഇപ്പോൾ കട്ട പച്ച കേട്ടോ. നിങ്ങൾ ലൈറ്റ് ഗ്രീൻ കൊടുത്തിട്ട് കട്ടപ്പച്ച കൊടുക്കരുത് കേട്ടോ. ഒരേ കളറാവില്ലേ, കുറച്ച് പച്ചയും ഒരു കുറച്ച് വ്യത്യാസമുള്ളൂ. അത് അങ്ങനെ കൊടുക്കരുത്. ഇനി ഞാൻ കൊടുക്കുന്നത് ഞാനിപ്പോൾ എല്ലാം കൊടുത്തിട്ടില്ല. ഇനി ഞാൻ കൊടുക്കുന്നത് വയലറ്റാണ്. നമുക്ക് വയലറ്റ് കൊടുക്കാം.
ഇനി നമുക്ക് എന്താ നമ്മളിപ്പോൾ വൈലറ്റാണ് കൊടുത്തത്. ഇനി നമുക്ക് കൊടുക്കുന്ന കളറ് എന്താ ലൈറ്റ് കിളിപ്പച്ചല്ലേ ആ കളറ്. അടുത്ത ഞാൻ കൊടുക്കുന്നത് എന്താ കാപ്പിയാണ്. കട്ടക്കാപ്പി ഇരിക്കട്ടെ. ഇങ്ങനത്തെ കളർ വെക്കണം കേട്ടോ. ബ്ലാക്ക് നിങ്ങൾ ഒരിക്കലും കൊടുക്കരുത്. ബ്ലാക്ക് നമുക്ക് കിട്ടുന്ന നിർബന്ധം. ഇനി നമ്മൾ ബ്ലാക്ക് എടുക്കാം കേട്ടോ. ബ്ലാക്ക് എടുത്തിട്ട് കാണാതില്ലേ അപ്പോൾ നോക്കിയിട്ട് നമ്മൾ ബ്ലാക്ക് എടുത്തിട്ട് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ബ്ലാക്ക് എടുത്തിട്ട് ഓരോ കാണിച്ചു കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഓരോ പൂർപ്പുകളാണ് വെക്കുന്നത്, എന്നാലേ ഒരു സൈസ് കിട്ടുള്ളൂ എന്നാ പറയുന്നത്. നമുക്ക് ഇങ്ങനെ ബോർഡർ കൊടുക്കാം കേട്ടോ. അതിന് ആണെങ്കിൽ മാത്രം ബോർഡർ കൊടുത്താൽ മതി. എനിക്ക് ബോർഡർ കൊടുക്കാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ബോർഡർ കൊടുക്കുന്നുണ്ട്. ബോർഡർ നിങ്ങൾ ശ്രദ്ധിച്ചെടുക്കും കേട്ടോ. അങ്ങനെ ഇളകിയത് പോലെ നേരെ വേറെ സ്കെയിൽ കൊണ്ട് വരയ്ക്കുന്ന സ്കെയിലുകൊണ്ടല്ല ഇപ്പോൾ വരച്ചിട്ടുള്ളത്. സ്കെയിൽ വരയ്ക്കുമ്പോൾ എവിടെയാണെന്നും നമുക്ക് ഒറ്റത്തിൽ കിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്താ സാധാ പോലെ തന്നെയാണ് വരച്ചിട്ടുള്ളത്. നമുക്ക് വര ഓരോ കണ്ണിൽ കൊടുക്കാം. ഓരോ വരകൾ ഓരോ കണ്ണിൽ ഓരോ വരകൾ കൊടുക്കാം കേട്ടോ. ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. നമുക്കിത് ചെയ്തിട്ട് കാണാം. നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കമൻറ്റ് ചെയ്യണം കേട്ടോ. അതാണ് എൻ്റെ ചിത്രം. ഡ്രോയിങ് ഡിസൈൻ എന്നാണ് ഇതിൻ്റെ പേര് പറയാം. ഓരോ സമയം ഞങ്ങൾക്ക് എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യാം. അപ്പോൾ പിന്നെ വീട്ടിൽ കാണാം. ബൈ ബൈ.